നമസ്കാരം. 2025 അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. നിർമ്മിത ബുദ്ധി നിത്യജീവിതത്തിന്റെ ഭാഗമായതും സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായിട്ട് ലക്ഷം കടന്നതുമെല്ലാം തന്നെ നാം കണ്ടു. എന്നാൽ ഇതൊന്നുമല്ല സാധാരണക്കാരെ സംബന്ധിച്ച് ഈ വർഷം അവസാനിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ. നിരവധി മാറ്റങ്ങളാണ് ഡിസംബർ 31-ാം തീയതിക്ക് ശേഷം വരാൻ പോകുന്നത്. അതുപോലെ നിരവധി കാര്യങ്ങളാണ് ഡിസംബർ 31-ഓടുകൂടി അവസാനിക്കാനും പോകുന്നത്. സോ അവ എന്തൊക്കെയെന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക. അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങളുടെ പരിചയത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നായിട്ടുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് എന്നിവയിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമപരമായിട്ടുള്ള മാറ്റങ്ങളാണ് നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ 2026 പിറക്കുമ്പോൾ നിങ്ങളുടെ പല സാമ്പത്തിക ഇടപാടുകളും സ്തംഭിച്ചേക്കാം. 2025 വന്ന ആ നിർണായക മാറ്റങ്ങൾ പറയുമ്പോൾ പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് 2025 കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. CBDT പുറത്തിറക്കിയ ചട്ടങ്ങൾ പ്രകാരം 2025 ഡിസംബർ 31-നകം ലിങ്കിങ് പൂർത്തിയാക്കാത്ത പാൻ കാർഡുകൾ 2026 ജനുവരി 1 മുതൽ പ്രവർത്തനരഹിതമാകുന്നതായിരിക്കും. പാൻ കാർഡ് പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ ITR ഫയൽ ചെയ്യുന്നത് തടസ്സപ്പെടും എന്ന് മാത്രമല്ല, നികുതി റീഫണ്ട് ലഭിക്കുന്നതിലും TDS കണക്കാക്കുന്നതിലുമൊക്കെ തന്നെ വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കൂടാതെ പാൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് ഇനി ആധാർ അധിഷ്ഠിത പരിശോധന നിർബന്ധമാണ്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് ആധാറിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ വലിയ ഇളവുകളാണ് UIDAI ഈ വർഷം വരുത്തിയിരിക്കുന്നത്. അക്ഷയ സെൻറ്ററുകൾ കയറിയിറങ്ങാതെ പേര്, വിലാസം, ജനനതീയതി, മൊബൈൽ നമ്പർ എന്നിവ ഇനി ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ 2025 പ്രകാരം ചില സുപ്രധാന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 2023 ഒക്ടോബർ 1-ന് ശേഷം ജനിച്ചവർക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ജനനതീയതി തെളിയിക്കുന്ന ഏക രേഖ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും. ഇതിന് മുൻപ് ജനിച്ചവർക്ക് പഴയതുപോലെ SSLC ബുക്കോ ഡ്രൈവിംഗ് ലൈസൻസോ ഉപയോഗിക്കാം. സുരക്ഷയുടെ ഭാഗമായി ഇനി മുതൽ പാസ്പോർട്ടിൻ്റെ അവസാന പേജിൽ റെസിഡൻഷ്യൽ അഡ്രസ്സ് അച്ചടിക്കില്ല. പകരം വിവരങ്ങൾ എൻകോഡ് ചെയ്ത ഒരു ഡിജിറ്റൽ ബാർകോഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതായത് RBIയുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ ബാങ്ക് ഉപഭോക്താക്കളും അവരുടെ ലോക്കർ കരാറുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. RBI ഇതിനുള്ള അവസാന തീയതി 2025 ഡിസംബർ 31 നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് 2026 പുതുവർഷത്തിൽ നിങ്ങളുടെ ബാങ്ക് ലോക്കർ ഉപയോഗിക്കുന്നതിൽ നിന്ന് നിരോധിക്കപ്പെടാനായിട്ട് ഇടയാക്കും. ഇനി അടുത്തതായിട്ട് പെൻഷൻകാർ 2025 ഡിസംബർ 31-ന് മുൻപായിട്ട് ആവശ്യമായ ചില നടപടികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ തീയതിക്കുള്ളിൽ അവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റ് ജോലികളൊക്കെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്നത് അത് പെൻഷൻ പേയ്മെൻറ്റുകളൊക്കെ തന്നെ വൈകുന്നതിനോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിർത്തുന്നതിനൊക്കെ തന്നെ ഇടയാക്കും. ഇനി അതുപോലെ ഡിസംബർ 31 നികുതി സംവിധാനത്തിന് നിർണായകമായ ദിവസമാണ്. നവംബർ മാസത്തെ TDS സംബന്ധിയായ ഇൻവോയ്സുകളും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളും ഈ ദിവസം സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ക്ലയൻറ്റ് കോഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളും ഈ തീയതിക്ക് മുൻപ് സമർപ്പിക്കേണ്ടതുണ്ട്. ഈ ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്നത് പേയ്മെൻറ്റുകളിലും സർട്ടിഫിക്കറ്റുകളിലുമൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള GST വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി 2025 ഡിസംബർ 31 കമ്പനികൾക്ക് MGT 7, AOC 4 എന്നിവയാണ് അവ. ഇനി അവസാനമായി ഡിസംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ ഇനി കേവലം 4-5 ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. എല്ലാ കാർഡ് ഉടമകളും നേരത്തെ തന്നെ ഈ ആനുകൂല്യങ്ങൾ മാക്സിമം വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വൻ വിലക്കുറവുമായി സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ ചന്തകളൊക്കെ തന്നെ ഡിസംബർ 31 വരെയാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാലയിൽ ചന്തയുണ്ടാകും. ക്രിസ്മസ് പുതുവത്സര ചന്തയിൽ 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവും ലഭിക്കുന്നതാണ്. 20 കിലോഗ്രാം അരി 25 രൂപയ്ക്ക് ഫെയറുകളിലും ലഭ്യമാകുന്നതാണ്. 500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 1 കിലോ ശബരി ഉപ്പ് 1 രൂപയ്ക്കും ലഭിക്കുന്നതായിരിക്കും. ക്രിസ്മസിനോടനുബന്ധിച്ചുകൊണ്ട് സാന്റ ഓഫർ എന്ന പേരിൽ 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റ് ലഭിക്കും. കേക്ക്, പഞ്ചസാര, തേയില, പായസം മിക്സ്, ശബരി, അപ്പം പൊടി, മസാലകൾ എന്നിവ അടങ്ങിയ 667 രൂപയുടെ 12-ഇന കിറ്റ് 500 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും 250 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും 1000 രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കും കൂപ്പണുകളും ലഭിക്കുന്നതാണ്. 1000 രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേക കൂപ്പൺ ഉപയോഗിച്ചാൽ 50 രൂപ വരെ ഇളവ് ലഭിക്കും. അതേസമയം സപ്ലൈകോ അത്യാധുനിക രീതിയിൽ സംവിധാനം ചെയ്യുന്ന ഷോപ്പിംഗ് മാളായ സിഗ്നേച്ചർ മാർട്ട് തലശ്ശേരിയിലും കോട്ടയത്തും ജനുവരിയിൽ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ മാസം 31-ാം തീയതി അവസാനിക്കുന്നതും ജനുവരി മാസം 1-ാം തീയതി മുതൽ ആരംഭിക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാ പ്രേക്ഷകരിലേക്കും മാക്സിമം നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷാൽ മീഡിയ
എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.